ഒരിക്കലും ഇല്ല. ബുദ്ധി കൊണ്ട് അങ്ങനെ സിനിമയിൽ വലിയ പ്രയോജനമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. കാരണം സിനിമയിൽ നമുക്ക് ചൂസ് ചെയ്യാനുള്ള അവസരമൊന്നുമില്ല, പ്രത്യേകിച്ച് സിനിമ തൊഴിലായിട്ട് എടുത്തിരിക്കുന്നവർക്ക്. വരുന്ന ക്യാരക്ടേഴ്സിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ എപ്പോൾ എല്ലാ കാലത്തും ഞാൻ പറയുന്നതാണ്, ഒരു നായകൻ്റെയും സപ്പോർട്ടിലോ റെക്കമെൻഡേഷനിലോ വന്ന ഒരാളല്ല ഞാൻ. എൻ്റെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നവരായിരുന്നു എന്നെ ചൂസ് ചെയ്തിരുന്നത്. കഥ ആവശ്യപ്പെടുന്നു, അവർ എന്നെ, ചില ഡയറക്ടേഴ്സ് എന്നെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതുന്നു, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ആ ഡയറക്ടേഴ്സിൻ്റെ കഴിവാണത്, ആ റൈറ്റേഴ്സിൻ്റെ കഴിവാണത്. അതാണ്. പിന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു അവിടെയും ഒരു എന്താ പറയുക, അത്ര ഒരു വെറുതെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ലേഡി എന്ന് പറയുന്നതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ലേഡി ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ ഇഷ്ടമല്ല. ഡയറക്ടർ, ടീച്ചർ, ഡോക്ടർ എന്ന് പറഞ്ഞ പോലെ ഡയറക്ടർ എന്ന് മാത്രം പറഞ്ഞാൽ പോലെ. പിന്നെ ഒരു കിരീടം എടുത്ത് തലയിൽ വെക്കാത്തതാണ് ഭാഗ്യം. കാരണം അങ്ങനെ ഒന്നും വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ബാധ്യതയാണ്. കാരണം ഇത് വീഴാതെ കൊണ്ട് നടക്കണ്ടേ. അപ്പൊ അതിനേക്കാൾ കൂടുതൽ എല്ലാ കാലത്തും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നടിയാവണമെന്നേ ആഗ്രഹമുള്ളൂ. അല്ല, അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ഏതെങ്കിലും ഒരു നായികയായിട്ട് മാത്രം ഒതുങ്ങാത്തത് കൊണ്ടായിരിക്കും ഇപ്പോഴും ആക്സെപ്റ്റൻസ് ചേച്ചിക്ക് കൂടുതലാണ്. എവിടെ വേണോ പ്ലേസ് ചെയ്യാം. ഇപ്പൊ ഡയറക്ടേഴ്സ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ എവിടെ വേണോ പ്ലേസ് ചെയ്യാം, പ്ലേസ്ഡ് ആവും. കാരണം ഒരുപാട് കാണിച്ചു കഴിഞ്ഞു പല രീതിയിൽ. അതൊരു പക്ഷേ ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ നായികയായിട്ട് ഒതുക്കപ്പെടാത്തത് കൊണ്ട്, തീർച്ചയായും ഒതുക്കപ്പെടാത്തത് കൊണ്ടും അന്നും അത് ഏറ്റെടുക്കാൻ നമ്മളൊരു സന്നദ്ധത കാണിച്ചത് കൊണ്ടുമാണ്. അപ്പൊ എന്റെ വീട് എന്ന് പറയുന്ന എൻ്റെ അച്ഛനും അമ്മയൊന്നും ഒരിക്കലും നായികയായിട്ട് മാത്രം അഭിനയിച്ചാൽ മതി കേട്ടോ, ഇന്ന നായകൻ വലിയ നായകനാണോ എന്ന് നോക്കി അഭിനയിച്ചാൽ മതി, അങ്ങനെ ഒന്നും പറയുന്നവരായിരുന്നില്ല. മറ്റേ നല്ല വെറൈറ്റി ക്യാരക്ടർ ആണോ എന്ന് നോക്ക്, ഇഷ്ടപ്പെട്ടാൽ നീ ചെയ്യുക, അങ്ങനെയായിരുന്നു. ഒരു സ്റ്റേജ് വരെ ഞാൻ കഥ കേട്ടിരുന്നില്ല. മഴവിൽക്കാവടിയൊക്കെ മുതലാണ് ക്യാരക്ടേഴ്സ് ഞാൻ കേട്ടു തുടങ്ങിയതൊക്കെ. വർത്തമാനകാലം അതൊക്കെ തന്നെയാണ് നേരിട്ട് ഞാൻ കഥ കേട്ട് തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് പിന്നെന്താ പറയാ, പിന്നെ അതൊക്കെ ഡയറക്ടേഴ്സിന്റെ തീരുമാനങ്ങളൊക്കെ തന്നെയായിരുന്നു. ഈ പൊന്മുട്ടയിടുന്ന താറാവ്, തൂവൽ സ്പർശം പോലുള്ള സിനിമകൾ, അതായത് മെയിൻ സ്ട്രീം നായിക ആയിരിക്കുമ്പോഴും അങ്ങനെ അല്ലാത്ത കുറേ പടങ്ങൾ ചേച്ചി, കല്യാണ മന്ത്രം പോലെയുള്ള സിനിമകളൊക്കെ ചെയ്യുക. അപ്പം അവിടെയും ചേച്ചിയുടെ ഒരു തീരുമാനം, കാരണം എന്ന് വെച്ചാൽ അന്ന് ചേച്ചിക്ക് എന്ത് വേണോ തീരുമാനിക്കാമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇവരുടെ കൂടെ ക്കുമ്പോൾ മറ്റേ റോള് നഷ്ടപ്പെടുന്ന ഒരു കാലമായിരുന്നു. എന്നിട്ടും ചേച്ചി ആ ഡിസിഷൻ എടുത്തത്, അപ്പൊ ചേച്ചിയുടെ ഉള്ളില് അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു കലാകാരി ഉണ്ടാവണം, ഇല്ലെങ്കിൽ അത് പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ചേച്ചി എങ്ങനെയായിരുന്നു? എനിക്ക് എങ്ങനെ തീരുമാനിക്കാനുള്ള പ്രായോ പക്വതയൊന്നും ഉണ്ടായിരുന്നില്ല. കല്യാണമന്ത്രം ചെയ്യുമ്പോൾ എനിക്ക് കഷ്ടിച്ച് 20 വയസ്സുണ്ടോ അങ്ങനെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. പക്ഷെ എൻ്റെ വീട്ടിൽ ആദ്യം കഥ കേൾക്കുമ്പോൾ അത് നീ നല്ലൊരു ചാലഞ്ചിങ് ആയിട്ട് എടുത്താൽ നന്നായിരിക്കും കേട്ടോ, അത് തന്നെയാണ് ആദ്യത്തെ പ്രചോദനം. പിന്നെ ഞാനതിന് കറക്റ്റാവും എന്ന് വിചാരിക്കുന്നത് എൻ്റെ ഡയറക്ടറുടെ ആത്മവിശ്വാസമാണ് എൻ്റെ വിശ്വാസം. അവരെ നേരെയാക്കി എടുക്കാനുള്ള കഴിവുള്ളവരാ അവര്. അത് തന്നെയാണ് എന്നെ മുമ്പോട്ട് നയിക്കുന്നില്ല, അത് അതിൽ എൻ്റെ ബുദ്ധിയൊന്നും അതിലൊട്ടുമില്ല. ഈ ചേച്ചിയുടെ കൂടെ ഇപ്പൊ ലെജൻസ് ആണ്, ഇന്ദ്രൻ സേട്ടനും ഒക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ഇവരെ നോക്കുമ്പോ? എന്തായാലും നമ്മൾ കുറച്ചേരം ഇങ്ങനെ നോക്കി നിൽക്കുമല്ലോ, എന്തായിരുന്നു അവസ്ഥ, സാഗറിന്റെ അവസ്ഥ?